കണ്ണാപ്പി നിനക്ക് പോയി തീർന്നോ ചിരിക്കാൻ പറ്റിയ ശ്വാസം പൊട്ടണോ എനിക്ക്. തല ഗോൾഡൻ റിട്രീവറിന്റെ ഉടല് നാടൻ പട്ടി. അമ്മച്ചി, എനിക്ക് വയ്യടാ ഇനി. അയ്യോ എടാ വാ 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 എടാ സ്വന്തമായിട്ട് പറഞ്ഞു ബാൻ മേടിക്കല് കേട്ടാ. ഫാൻ മേടിക്കല് ഇല്ല അതെന്തായാലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്താ മൂവി എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ല നിനക്ക്. കിട്ടിയ 2 മണിക്കൂറാണേ എണ്ണം പോസ്റ്റ് ആവേ സ്പെക്കിലിരിക്കേണ്ടി വരേ. ഹലോ 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 കേക്കാല്ലേ? ഓക്കെ കേക്കാം. പറഞ്ഞു പറഞ്ഞു ബ്രോ, നമ്മള് കേൾക്കുന്നില്ലല്ലോ? കേക്കാം പറഞ്ഞു പറഞ്ഞു. ബ്രോ, അപ്പൊ നമ്മളൊരു പ്രിയർ കളിച്ചായിരുന്നു. അതിനകത്ത് നമ്മൾ അത്യാവശ്യം എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബ്രോ സിറ്റുവേഷൻ ഒന്ന് പറയാമോ? ഹലോ, ഓക്കെ. സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങളുടെ കുറച്ച് പേര് നമ്മള് വേറൊരു ഗ്യാങ് ആയിട്ട് വരുമോ? ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ റൂളാണ് കേട്ടോ. ഓക്കെ, സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. നിങ്ങൾക്ക് ആറടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമും കാര്യങ്ങളും മാത്രം പറയേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല, ഇപ്പൊ കറന്റ് അതില്ല. അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം മിണ്ടാനും പറ്റൂല. പിന്നെ നിങ്ങളെ മിസ്ട്രക്സ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗണ്ണും എല്ലാം വേണമെന്ന് ചോദിച്ചു. വേണ്ട ബ്രോ, ആവശ്യമില്ല. 25 എണ്ണം പോയായിരുന്നു. ഇപ്പൊ സംസാരിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീയാണ് ഈ റൂൾ കൊണ്ടുവന്നത്. നീ ഒരുത്ത കാരണമാണ്. നീ ഒറ്റ കാരണമാണ് ഇത്. നീ മറ്റേ ഓമാര് വാറിന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്ത് അതൊക്കെ നീ കഴിഞ്ഞോട്ടം ചോദിച്ചായിരുന്നു. കേട്ടോ പിടിച്ചോ എന്തൊക്കെയാ ചോദിച്ചത് നീ എന്ന്? നീയും ചോദിച്ചു വന്നിട്ട് നീ ഇല്ലടാ ഞാൻ എടുക്കാണ്. എന്നെ കേട്ടില്ലടാ. എടാ പോലെയോടി. എടാ കണ്ണാപ്പി കണ്ണ് കാണത്തില്ലടാ നിനക്ക്. ഞാൻ അത് പഠിക്കാതിരിക്കല്ലേ? ഒന്ന് ആലോചിച്ചടാ. കോമാളികളെ പോലെ വന്ന് തിരിച്ചൊക്കെ പോയല്ലേ? നീ എന്തിനാണ് തിരിച്ചവിടെ? എനിക്കറിഞ്ഞൂടാ. 25 പേര് ടൗണൊക്കെ എങ്ങനെ ചിരിക്കാതിരിക്കണ. ആട് 3 ഇറക്കുന്നല്ല, സൂപ്പർ ഹിറ്റ് ആവുന്ന പറഞ്ഞ അവന്മാര് പറഞ്ഞു വന്നത്. 100 കോടി എത്തിച്ചാ പണം കിട്ടിയാലും 100 കോടി ക്ലബിൽ കയറുന്നുള്ള രീതിയിലാണ് അവന്മാര് വാർന്നു വന്നത്. എന്താണ് കണ്ണാപ്പി നിനക്ക്? പക്ഷേ പിരിഞ്ഞാൽ കേട്ടാ 50 പേർ തോറ്റിട്ട് എടുത്തപ്പോ ഗിറന്ന് ശബ്ദം മാർച്ചായിട്ട്. അതാരാ? ഡൊമിനിക് അല്ലല്ലോ, ആരാളായിട്ട് ചിരിക്കാൻ പറ്റിയ ശ്വാസം പൊട്ടണോ എനിക്ക്. എനിക്ക് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കട്ടാ. ഞാൻ ആദ്യമായിട്ടാണോ ഒരു ഗ്യാങ് ലീഡറിനെ കോമാളിയാക്കുന്നുള്ളത്? അതാരാ? കണ്ണാപ്പി നിന്നെ കൊണ്ടുപോകും കേട്ടാ. എനിക്കിതിരുന്ന് പറയാം. ലീഡറിനെ കോലീഡറിനെ കൊണ്ടുപോകത്തില്ല. നിന്നെ കൊണ്ടുപോയി അവന്മാരെ കഴിപ്പിക്കും. അതാ എന്റെ അണ്ണൻ ഉള്ളിടത്തോളം കാലം എന്നെ അവന്മാരെ ഒരുത്തരും തുറത്തുള്ളത് എനിക്കുള്ള ധൈര്യം ഉണ്ടാ. ഞാൻ അതുകൊണ്ട് അറ്റം ഞാൻ അവരാധിക്കും അവന്മാരെ. ആള് തീരും കേട്ടോ. എനിക്ക് അറ്റാക്ക് വല്ലതും വരുവേ. മറ്റേ സന്തോഷം വരുമ്പോ വരുന്ന അറ്റാക്ക് ഉണ്ടല്ലോ. ആനന്ദാശ്രമം അങ്ങനെ പറയുന്നത്. എന്താ ആനന്ദാശ്രമം? ആനന്ദാശ്രമോ? ഇങ്ങനെ സന്തോഷം വരുമ്പോൾ അറ്റാക്കിന് പറയുന്ന പേര് ആനന്ദാശ്രമം. ഓ പിന്നെ കോപ്പ ആനന്ദാശ്രമം ഒന്നും അല്ല പറയണേ. എന്റെ അപ്പൂപ്പാക്കല്ലേ തീർന്നത്. എന്തായിരുന്നു പുള്ളിക്ക് സന്തോഷം വന്നേ? പുള്ളി എന്തോ ചിരിച്ച് ചത്ത്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുണ്ടാ? നീ കഴിഞ്ഞ തലസമയത്ത് എന്നോട് പറഞ്ഞത് നീ അപ്പാപ്പനെ തല്ലിക്കൊന്നതല്ലേ? അല്ലല്ല, അത് ശാപമായിരുന്നു. നമുക്കിവിടെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, കൈസ. 8 വയസ്സുണ്ടായിരുന്നു പട്ടിക്ക്. ചാവുന്ന വരെ പട്ടി വിർജിനായിരുന്നു.
ഓർമ്മയില്ല ഇതിനായിട്ട് തെറിയൊക്കെ വിളിച്ചത്. അണ്ണാ അപ്പൊ പട്ടി തീർന്നു പോയണ്ണ. അപ്പോഴും അത് വിർജിനായിരുന്നു. ഒരു പെണ്ണിന്റെ മണം പോലും അടിച്ചില്ല. ആ പ്രാക്കി അടുത്ത വർഷം അപ്പവും പോയി. പട്ടിയുടെ പ്രാക്കി ഞാൻ അതിനേശം ഡിപ്രഷനായി. അതിനേശാണ് ഞാൻ നന്നായത്. അണ്ണൻ പറഞ്ഞില്ല, അമ്മയൊക്കെ പറഞ്ഞിട്ടില്ല മറ്റേ അപ്പവും മരിച്ചതിന് ശേഷം നന്നായെന്ന്. എന്നിട്ട് ഇപ്പൊ നീ മേടിച്ച പട്ടിയെ നിനക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? വിറ്റ് അതിനെ വിറ്റ് 10,000 കിട്ടി. അതിന് കൊടുത്തു നീ? കൊടുത്തു എടാ ശരിക്കും പറ കൊടുത്തോ? കൊടുത്തില്ല. അതിനെ കൊടുക്കോ തോന്നിട്ടുണ്ടാ. അതിപ്പോ ഒരു നാടൻ പട്ടിയായിട്ട് ചെറിയൊരു അവീതം പിടിച്ച്. എന്തൊക്കെയാണോ പറയണേ? ഗേറ്റ് തുറന്നടക്കാണ്. വരവൊക്കെ ഉണ്ടായിരുന്നു ഒരു നാടൻ പട്ടിയുടെ. അക്ഷയ് ഇടയ്ക്ക് CCTV പിടിച്ചു. സംഭവം ഞാനാണല്ലേ അക്ഷയ് ഇടയ്ക്ക് CCTV മേടിച്ചപ്പോ അര മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ട് ജനലിൽ കൂടെ കയറ്റുമായിരുന്നു. CCTV കൂടെ അച്ഛൻ അതും കണ്ട് പട്ടിയുടെ അവീതവും കണ്ട്. പിന്നെ അതിനേശം സീനായണ വീട്ടിൽ ഭയങ്കര സീനായി. എന്റെ കേസല്ല സീനായത്, പട്ടിയുടെ കേസ സീനായത്. 2 കുട്ടി തരണേ. ഇവിടെ പുറത്തുണ്ടാ? ഇനി ജർമ്മൻ ഷെപ്പേർഡിന്റെ ഷേപ്പും മറ്റേ ഗോൾഡൻ റിട്രീവറിന്റെ ഷേപ്പും ഉള്ളവരുടെ വരും. കുട്ടിയുണ്ടായി തല നമ്മുടെ ഇതിന്റെ ഗോൾഡൻ റിട്രീവറിന്റെ ഉടല് നാടൻ പട്ടി. എനിക്ക് വയ്യടാ ഇനി. അയ്യോ സത്യമായിട്ട് എനിക്ക് അറ്റാക്ക്. ഇന്നത്തെ സ്ട്രീം അടിപൊളിയായിരുന്നു. ചിരിച്ചു അത് അടിപൊളി. SG സൈസ് ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. എന്താ എന്തിനാ നീ ചിരിക്കുന്നേ? ഹലോ എന്തിനാ നീ ചിരിക്കുന്നേ? തിരിച്ചൊന്നുമില്ല, ഞാൻ തിരിച്ചില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ശ്രീഹരി എന്ന്. ഇത് ഏത് ശ്രീഹരിയാ? ചിറക്കൽ ശ്രീഹരിയാണ്? അല്ല, നമ്മുടെ മറ്റേ ശ്രീഹരി ബ്രോ ഇല്ലേ? ഇത് ചിറക്കൽ ശ്രീഹരി. ചിറക്കൽ ശ്രീഹരി അല്ല, നമ്മുടെ ശ്രീഹരി ബ്രോ. പുള്ളിയുടെ ബർത്ത്ഡേ ഇന്ന്. ഏത് ശ്രീഹരി ബ്രോ? നമ്മുടെ ഇവിടെ ദേശികനാടുള്ള ശ്രീഹരി ബ്രോ. കണ്ണാപ്പി. ഓ നീ എങ്ങാട് ഇങ്ങനെ ഒരു കുന്നായി പോയത്? എന്താണ് അണ്ണാ? പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. സീരിയസ് ആയിട്ട് ഞാൻ വിഷയൊക്കെ ചെയ്തായിരുന്നു. അണ്ണൊന്ന് വിഷ് ചെയ്തേ. പുള്ളിക്കൊരു സന്തോഷമാണ്. അത് മറ്റേ ഇതിനകത്ത് ചിറക്കൽ ശ്രീഹരിയുടെ ബർത്ത്ഡേ അല്ലാതെ നിന്റെ ശ്രീഹരി ബ്രോയുടെ ബർത്ത്ഡേ ഒന്നും അല്ലത്. നീ ഒന്ന് വിഷ് ചെയ്തേ. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. അല്ല വാർച്ചാറ്റിൽ വിഷ്. ഓ സിറ്റിയിലായിരുന്നോ വിഷ് ചെയ്തേ? ഞാൻ ഒരു തത്സമയത്തില്ല. സോറി കേട്ടാ. അതല്ലടാ നീ കള്ളനാണെന്ന് പറഞ്ഞേ നീ. ഞാൻ വിഷയ ആരേലും സ്വന്തം പേരിട്ട് സിറ്റി വരുവാണ്. അതല്ലടാ നിന്നോട് ഞാൻ ചോദിച്ചേ. അതാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല അണ്ണാ. അണ്ണാ സത്യം പറഞ്ഞാൽ സ്വന്തം പേരിട്ട് സിറ്റി വന്നാലുള്ളൊരു നെഗറ്റീവ്നെസ് എന്താണെന്ന് അറിയാം. ഓപ്പോസിറ്റ് ഞാൻ ഇപ്പം ഉണ്ണേന്ന് വിളിക്കുകയാണെങ്കിലും സ്വന്തം പേരിൽ നമ്മളെ വിളിച്ച പോലെ തന്നെ തോന്നുന്നു. നിന്റെ പേര് ദേവദത്ത് എന്നായിരുന്നു. ഒന്ന് ആലോചിച്ചോട്ടെ, എന്റെ ഒരു ദേവദത്ത്. എടാ ദേവദത്തെ ഗുണേ. ഓപ്പോസിറ്റ് ഗ്യാങ്കാരൊക്കെ വിളിക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ചെണ്ണൻ. അതുകൊണ്ടല്ലേ പേര് മാറ്റിയത് കണ്ണാപ്പിയത്. സൺ നിക്കോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. നീലനെ പിന്നെ അതുപോലെ ലെമിയോൺ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അടുത്തൊരു പിക്ക് ആശാൻ ഒരു പിക്ക്. ഡാൻഡയുടെ 2ാമത്തെ പിക്ക്. മെസ്ബോയ് ഗോകുൽ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ഡാൻഡയുടെ 3ാമത്തെ പിക്ക്. ടോക്കി ഡാൻഡെ 3 പിക്ക്. ജൂഡ് അടുത്തൊരു പിക്ക്. ഡാൻഡെ ഡൗൺ ആയിട്ട്. മെക്സങ് ഒരു പിക്ക് എടുത്തിരുന്നു. ടോക്കിയോ മെക്സങ് മൊബിനെ ഡൗൺ ആക്കി എടുത്തിരിക്കുന്നു. യൊറീച്ചിനെ ഡൗൺ ആക്കി. മെക്സങ്ങിന് 2ാമത്തെ പിക്ക്. മെക്സങ്ങിനോടെ കിണ്ടിയെ ഓക്കെ. ജൂഡിന്റെ ഒരു പിക്ക്. ജൂഡ് അടുത്തൊരു പിക്ക്. ആഷ്പ്രൂട്ടിന്റെ 10 സെക്കൻഡോ?
10 സെക്കൻഡോ 15 സെക്കൻഡോ കാണും. ഇത്രേ ഉള്ളു നീയൊക്കെ ഇപ്പൊ ടിവിക്ക് നീയൊക്കെ ഇത്രേ ഉള്ളൂ. 10 സെക്കൻഡ് മതി നിന്നെയൊക്കെ അടിക്കാൻ ഇപ്പം. വണ്ടി അങ്ങ് ലോക്ക് ചെയ്തിട്ടല്ലേ അണ്ണാ, നമ്മളെ അങ്ങ് കയറ്റാതെ അങ്ങ് കൊണ്ടുപോവല്ലേ അണ്ണാ. ഹലോ 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 അണ്ണാ, ഹലോ. ഇപ്പോഴത്തെ കാലഘട്ടം ഒന്നും പറയാൻ പറ്റത്തില്ല അണ്ണാ. വണ്ടി ഇരുന്ന് അറ്റാക്ക് വരുന്ന ഹലോ ഹലോ അണ്ണാ, ഹലോ. തീർന്നോ അണ്ണൻ? ഹലോ അണ്ണാ, തീർന്നോ? ഹലോ, അറ്റാക്കാണോ? ഹലോ, റേഡിയോയിൽ എങ്ങനെ വിളിച്ചു പറയാം അണ്ണൻ തീർന്നു? ഹലോ ഹലോ റെഡി? ഹലോ ഹലോ ഹലോ. പോയി എവിടെ പോയി? തീർന്നു. തീർന്നോ? എങ്ങനെ? നിങ്ങൾ ഇങ്ങനെ ചാവേണ്ട മനുഷ്യരല്ല, എടീക്ക്. നിങ്ങൾ ഇങ്ങനെ തീരേണ്ട മനുഷ്യരല്ല, എടീക്ക്. ഹലോ, ഇപ്പൊ പോയാൽ എങ്ങനാ? നിങ്ങൾ ഇങ്ങനെ തീരേണ്ട മനുഷ്യരല്ല. എന്താ നിനക്ക്? ആയിക്കോട്ടെ. 2 സെക്കൻഡ് കൂടെ കഴിഞ്ഞ റീസ്റ്റാർട്ട് അടിച്ചേ. ഹലോ, ഇവിടെ ഉണ്ട് അപ്പാപ്പ, ഇവിടെ ഉണ്ട് അപ്പൊ. നമ്മള് 10 സെക്കൻഡിലൊക്കെ വാറ് തീർത്തത്, മനസ്സിലായി? ആടീച്ചൻ കൊടുത്തില്ലേ, അവരുടെ പ്രശ്നം തീർന്നത്. ഇതെന്താ ഇവന്മാരൊന്നും വാറെടുത്തില്ല? ഡിസ്മാൻഡിലായിരുന്നോ? ഇവന്മാരൊന്നും വാറെടുത്തില്ലായിരുന്നെങ്കിൽ അല്ല, സർവീസ് സൈഡിൽ നിന്ന് ഷെഡ്യൂൾ ചെയ്ത വാർ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്താ? ഡിസ്മാൻഡിലാണല്ലേ? വീട്ടിൽ കയറാൻ അണ്ണനെ റീസ്റ്റാർട്ട് ചെയ്യുന്നു. എടാ റീസ്റ്റാർട്ട് ഒന്നും അല്ലടാ, റീസ്റ്റാർട്ടാ. 2 മിനിറ്റ് റീസ്റ്റാർട്ടാ. ഇപ്പൊ റീസ്റ്റാർട്ടോ? എടാ എന്നെ ഇവിടുന്ന് എണ്ണിപ്പിക്കാൻ വേണ്ടി ഇട്ടതാടാ അത്. ആണാ? പവർ ഗെയിമിംഗ്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സത്യം പറയാം. ഷെമീറൊക്കെ ഇത് കണ്ട് എഫൈറ്റ് അടിച്ചു പോയി. 2 മിനിറ്റ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞു. ഷെമീർ എഫൈറ്റ് അടിച്ചു പോയത്. ഷെമീറല്ല, ഞാനൊക്കെ റാംബോ മാക്കൊക്കെ എഫൈറ്റ് അടിച്ചു പോയി. എല്ലാരും എഫൈറ്റ് അടിച്ചു പോയി. ഓ, അപ്പാപ്പന്റെ വയറൊക്കെ വീർത്ത് ചന്തി പോലെ ഇതുപോലെ ഞാൻ വല്ല പറയാ. സെർവറിന്റെ വേറൊരു ഓളിനോൾ ഇവിടെ ഇരിപ്പുണ്ട് കഴിയുന്നതുകൊണ്ട് നമ്മളീ സിറ്റിയിലൊക്കെ കേറുമ്പോ ലോഡാവാത്തപ്പോ ഒരാളുടെ പേര് എഴുതി കാണിക്കൂലേ, ആ ആളാണ് ദാ ഈ ആള്. ഈ തന്തയ്ക്ക് വിളി തള്ളക്ക് വിളി എല്ലാം കൊള്ളുന്നത് ഇങ്ങേർക്കാം. ഇതാണ് ഡൈനാമിക് പ്രോ, ഈ സെർവറിന്റെ ഓൾഡ് ഓൾ. ഡൈനാമിക് പ്രോ സത്യം പറഞ്ഞാൽ എന്താ ചെയ്യണം? ഇതിനകത്ത് എന്താ റോള്? ഡെവലപ്പറാണ്, മെയിൻ ഡെവലപ്പർ. സെർവർ ഉണ്ടാക്കിയത് പുള്ളിയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയാണ്. എന്ത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന റിഫൈനറിയോ? എന്റെ അമ്മ ഇനി തൊട്ട് സിറ്റിയില് പമ്പില് ഫ്യൂവൽ അടിക്കണമെങ്കിൽ റിഫൈനറിന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫ്യൂവൽ കൊണ്ടുവന്ന് അവിടെ നടക്കണം. ഓ പറയടാ പറ. ബാക്കിൽ ഒരു ലോഡ് വണ്ടി കുറെ നേരമായിട്ട് മോളെ പാട്ടുമായിട്ട് തരണം വരുന്നത്. എനിക്ക് കേൾക്കുന്നില്ല, പാട്ട് കേൾക്കുന്നില്ല. പാടി തരണം. എടാ ഇവിടെ അപ്പാപ്പനൊക്കെ വന്നിട്ടുണ്ട്. എടാ ഞാൻ പുള്ളിയുടെ സംസാരിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് കേട്ടോ ഞാൻ ഇറങ്ങുവാടാ. പോയിട്ട് മറ്റേ അടിച്ചിരിക്കണം. AFK ഇവനൊന്നും ഇല്ല ഇവിടെ. കണ്ടാ മാസിലായിരുന്നോ? മാസില് മെമ്പറാണല്ലോ.
കഥ കേൾക്കണം. ഇതൊക്കെ കേൾക്കാനാണ് രസം. പണ്ടത്തെ എല്ലാത്തിലും ഒരു കണക്ഷൻ ഉണ്ടാവും കേട്ടാ. ഞാൻ ആരെയൊക്കെ ഇതുപോലെ പരിചയപ്പെടുത്തും അവരെല്ലാം ലാസ്റ്റ് എന്നോട് പറയണത് എന്താണെന്നറിയോ ബ്രാവോ? ഞാൻ ആരെയൊക്കെ പരിചയപ്പെടുത്തും അവരൊക്കെ ലാസ്റ്റ് എന്നോട് പറയണത് എന്താണെന്നറിയോ ബ്രാവോ? ബ്രോ നമ്മള് സിറ്റിയിൽ തള്ളക്കിളി ആയിട്ടുണ്ട്. അതെ 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 അതെ. ഇതെന്താ സ്റ്റോറി? നിങ്ങൾ MGRP എന്തിനാ ഇറങ്ങിപ്പോയേ? ഒരുപാട് സെർവറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, കാരണങ്ങൾ ഓർമ്മയില്ല. ടർഫിന്റെ ബെറ്റം പരിപാടി ഓർമ്മയുണ്ട്. ആ പിന്നെ പിന്നെ അന്ന് പുള്ളി ഉണ്ടായിരുന്നു. ആണോ? BSB അതല്ലേ? അന്ന് BSB അല്ലായിരുന്നോ മറ്റേ ഇവരൊക്കെ ഉണ്ടായിരുന്നേ, ട്രിക്കി ഒക്കെ ഉണ്ടായിരുന്നേ അല്ലേ? ചാർലി, പുലിക്കാട്ടിൽ ചാർലി. അയ്യോ, ചന്ദ്രന്റെ ബാൻ മാറിയപ്പോ അപ്പൊ ചന്ദ്രന്റെ ബാൻ മാറ്റി കൊടുക്കുക. ചന്ദ്രന്റെ ബാന് നമുക്ക് ഒന്നുമില്ല. ചന്ദ്രൻ ജസ്റ്റ് ആഡ്മിനോട് സംസാരിച്ചാൽ മതി. അവൻ സംസാരിച്ചില്ല ഇതുവരെ. ഇല്ല കണ്ടോ അവൻ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കവൻ. അവൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. കള്ളൻ. ഇല്ല, അവന് ടൈം കിട്ടിയില്ലെന്ന് പറഞ്ഞായിരുന്നു നിങ്ങളെ. നാളെ വരും സംസാരിക്കാൻ. ആണല്ലേ? അവന്റെ ചേട്ടന്റെ കല്യാണോ? അവൻ ഡ്രീമറിന്റെ ചേട്ടന്റെ കല്യാണോ? അപ്പൊ അതിന്റെ തിരക്കിലാണ് അവൻ കുറച്ച് ദിവസമായിട്ട്. അത് കണ്ടോ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നമ്മള് അറിഞ്ഞു കൊടുത്തൊരു ബാനാണത്. അതെ അതെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. നിങ്ങള് ഇവന്റെ വീഡിയോ, ഷോർട്ടെക്സിന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വീഡിയോ ഒന്ന് കണ്ടു വെക്കുക. ബ്രാവോ നമ്മുടെ മറ്റേ മിസ്റ്റർ എക്സിലെ പയ്യന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കൂടെ 2.5 ലക്ഷം രൂപ കിട്ടി നമുക്ക്. നമ്മുടെ ചാറ്റ് ഇന്നലെ ചുമ്മാ ചെയ്തതാ. ഇന്നലെ ചെയ്തപ്പോ 72,000 രൂപ കിട്ടി. അത് കഴിഞ്ഞിട്ട് ലൈവ് ലേറ്റ് നൈറ്റ് ആയപ്പോ എന്റെ ലൈവ് കട്ടായി പോയി. ലേറ്റ് നൈറ്റ് ആയപ്പോ നമ്മുടെ ലേറ്റ് നൈറ്റ് ഓഡിയൻസ് ചേട്ടന്മാര്, കുറെ പ്രവാസി ചേട്ടന്മാരെല്ലാം കൂടെ വന്നിട്ട് 20,000 30,000 ഒക്കെ വെച്ച് അയച്ച് ഒരു എമൗണ്ട് ആയി. അവിടുന്ന് പിന്നെ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഒരു എമൗണ്ട് ഇടുമെന്ന് പറഞ്ഞായിരുന്നു. അതോടെ ചേർത്ത് എല്ലാം കൂടെ 2.5 ലക്ഷം രൂപ ആയിപ്പോ കറക്റ്റ്. നാളെ അല്ല മറ്റന്നാൾ ഞാൻ എറണാകുളത്തോട്ട് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ നേരിട്ട് കൊണ്ട് കൊടുക്കും. പിന്നെ പുള്ളിക്ക് ഇൻകം ടാക്സ് ഇഷ്യൂസ് ഒന്നും വരണ്ട. നമുക്കിത് ചാരിറ്റിക്ക് കൊടുത്താണെന്ന് ഓൾറെഡി നമ്മൾ പറയാന്ന് പറഞ്ഞു, നമ്മുടെ അടുത്ത് CA പറയാന്ന് പറഞ്ഞ്. അപ്പൊ പുള്ളിക്ക് ഇനി ഒരു ചാരിറ്റി ഇഷ്യൂ, ഇൻകം ടാക്സിന്റെ ഇഷ്യൂ ഒന്നും വരണ്ട. വേണം വിഡ്രോ ചെയ്ത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന് നേരിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ആളിപ്പോ തൃശ്ശൂർ ട്രീറ്റ്മെന്റിൽ ഇരിക്കുവാണ്. നമുക്ക് എറണാകുളത്ത് 1.5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം നേരെ പോയി കൊടുക്കുക. കഴിച്ച് ഞങ്ങൾ ചിലപ്പോൾ നേരെ പോയി കൊടുക്കുമായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ പുള്ളിക്ക് അക്കൗണ്ടിൽ ഓക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ്. മീറ്റിങ്ങിന്റെ റൂള് നിങ്ങൾ പറഞ്ഞ ഞാനല്ല. അപ്പൊ മീറ്റിംഗിൽ ഇപ്പൊ സംസാരിക്കാൻ പാടില്ല. ഒന്നുകൂടെ പുതിയ നിയമം വന്നു. അതെന്താണെന്നറിയോ? നിന്നെ പേടിച്ചിട്ട് അത് നിയമമാണ്. അവിടെ പോയിട്ട് തന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവ തന്നൊക്കെ വിളിക്കുന്നവർക്ക് ബാൻ കൊടുക്കണം. ഇല്ല, ഞാൻ ഡീസനായിട്ട് സംസാരിച്ചിരുന്നു. ഞാനൊക്കെ എന്ത് ഡീസനായിരുന്നു അപ്പൊ അന്ന് എന്റെ കയ്യിൽ നിന്ന് പോയതാ. അപ്പൊ പക്ഷെ അവന്മാര് ബാൻ വിട്ടിരുന്നെങ്കിൽ ഞാൻ മേടിക്കാൻ റെഡിയായിരുന്നു. അവന്മാര് ബാൻ ഇട്ടില്ല. അമ്മാര് അറിഞ്ഞില്ല ഞാൻ വലിച്ചെന്ന് അറിഞ്ഞില്ല. പിന്നെ അവരറിയണത് ഇത് സംഭവം എന്താ അറിയോ? ഇത് മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഇങ്ങനെ വന്നിട്ട്, അതായത് ഒന്നുമില്ല സംഭവം, ആൾക്കാർ ലൂപ്പ് പഠിപ്പിക്കും. അതായത് അവിടെ ചെല്ലുമ്പോ കോലീഡർ വേണം. അല്ല, അതിനൊരു ഇത് കൊണ്ടുവന്നാ പോരെ, ലീഡർ ഓർ കോ ലീഡർ ഒരു സ്ട്രിക്റ്റ് ഇത് കൊണ്ടുവന്നാ പോരെ. വേറെ പ്രശ്നമുണ്ട്. ചിലന്മാരെ കുറച്ച് അതിബുദ്ധിയുള്ളവർ എന്തെന്നറിയോ, അവിടെ ചെന്നിട്ട് ചോദിക്കും സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് തുടങ്ങിയത് ഞങ്ങളാണ് കേട്ടോ. അത് സ്നൈപ്പാണ് ഇതിനെല്ലാം റീസണേ, സ്നൈപ്പാണ്. എന്നിട്ട് അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ, വണ്ടി ഇടിച്ചു, അപ്പൊ ഏത് സൈഡിൽ ഇടിച്ചു, ഏത് ഗ്ലാസ് പൊട്ടി, തുടങ്ങിയ സ്നൈപ്പാ. ഈ തുടങ്ങിയ സ്നൈപ്പാ. ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോ ഞങ്ങള് പറഞ്ഞു ഓക്കെ പ്രീവാർ അടിച്ചില്ലേ, അടുത്ത വാർ അടിക്കണോ വേണ്ടെന്നുള്ള കാര്യം പറയാ പോവുക.